Good morning, everyone. Good morning, ma'am. Happy New Year, ma'am. Yeah, happy New Year to all. Okay. So, എന്താണ് 2025 ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലേ? ഓക്കെ. സോ എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ന്യൂ ഇയർ ഇതൊന്നും പറയാതെ കുഴപ്പമില്ല, സാധാരണത്തെ പോലെ ഇനി അങ്ങനെ പോകുന്നു. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്തായിരുന്നു, ഏത് ടോപ്പിക് ആയിരുന്നു എടുത്തത്? ടെൻസ് ആയിരുന്നോ? യെസ് മാം. ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോ ഇതിന് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ ടെൻസിനെ ബേസ് ചെയ്തിട്ട്? പറയൂ, ഇതിന് ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടോപ്പിക്കിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചേ. പറയൂ. യെസ് മാം, ഒരുവിധമൊക്കെ ഓക്കെയാണ്. ഒരുവിധമൊക്കെ ഓക്കെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോവാലോ. ഓക്കെ, സോ എന്നാ കുറച്ച് നമ്മള് ഇംഗ്ലീഷില് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് കുറെ എക്സ്പ്രഷൻസ് ഉണ്ട്. അതായത് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു സെന്റൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും പറയാം. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനെ കണ്ടിട്ട് ഇപ്പൊ നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായി എന്നൊക്കെ പറയും. അപ്പോ അങ്ങനെ ആ ഒരുപാട് നാളായി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യേണ്ട ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയുണ്ട്. അപ്പോ ഒരുപാട് നാളെ കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം യു മാറ്റ് എന്ന് പറയാം. അപ്പൊ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. ഈ എക്സ്പ്രഷൻസ് എല്ലാവരും പഠിച്ചു വെച്ചാല് നമുക്ക് അത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അതുപോലത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഈ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലിസൺ കെയർഫുള്ളി ആൻഡ് റൈറ്റ് ഡൗൺ. ഞാൻ പറയുന്ന എക്സാമ്പിൾസ് ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതാം. നോട്ട്ബുക്ക് എടുക്കാം. ഓക്കെ, ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദീസ് എക്സ്പ്രഷൻസ് വാട്ട് ഐ സെഡ്. ഓക്കെ, ഇത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാക്കണം, സെന്റൻസ് മേക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ? നോട്ട്ബുക്ക്, ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്യാവശ്യം നമ്മള് ഒരുവിധം ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ആയാലും നിങ്ങൾ ആ ബുക്ക് എന്താ പഠിക്കുക, സൂക്ഷിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ നോക്കാൻ പറ്റും. ഓക്കെ, സോ എഴുതിയെടുത്തോളൂ. ഫസ്റ്റ് വൺ ഈസ് would you please. Would you please. Would you please. അതിന്റെ മീനിങ് വരുന്നത് ദയവായി ഒന്ന് ചെയ്തു തരാമോ. ഒരു പൊളൈറ്റ്നെസ് ആണ്, നമ്മള് റിക്വസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ would you please എന്ന് പറയുന്നത് ദയവായി ഒന്ന് ചെയ്തു തരാമോ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, പൊളൈറ്റ്നെസ് ആയിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അവിടെ മെൻഷൻ ചെയ്യാം. ഐ മീൻ എന്താണ്, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ ഞാനത് ചെയ്തോട്ടെ, ഞാൻ ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ എന്നൊക്കെ നമുക്ക് ചോദിക്കണം അല്ലെ. അതിപ്പോ നമ്മുടെ സീനിയർ ഓഫീസറോ ആരെങ്കിലും ആകട്ടെ, പൊളൈറ്റ്നെസ് എവിടെയാണ് ആവശ്യം അപ്പോ നമുക്ക് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. Would you please open the window? Okay. Would you please come here? ഒന്ന് ഇവിടെ വരാമോ? Would you please come here? Would you please go from here? ഇവിടെ നിന്ന് പോയി തരാമോ? ഒരു പൊളൈറ്റ്നെസ് ആണ്. Okay. Would you please open the window? Would you please send an email? Okay. അപ്പോ എന്തെങ്കിലും ചെയ്തു തരാമോ, ദയവായിട്ടൊന്ന് എന്തെങ്കിലും ചെയ്തു തരാമോ. അപ്പൊ ആ കാര്യം നമുക്ക് ചോദിക്കണമെങ്കിൽ would you please എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണോ അവിടെ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മാറ്റർ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് വുഡ് യു പ്ലീസ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ദയവായി ഒന്ന് ചെയ്തു തരാമോ? എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. വുഡ് യു പ്ലീസ് കം ഹിയർ, വുഡ് യു പ്ലീസ് ഗിവ് മീ സം മണി, വുഡ് യു പ്ലീസ് ഓപ്പൺ ദി വിൻഡോ, വുഡ് യു പ്ലീസ് ക്ലോസ് ദി ഡോർ. ഓക്കെ, വുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, turn off the light എന്ന് പറയാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് എല്ലാവരും എഴുതുക. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം, സ്ലോ ആയിട്ട് പറയാം. ഓക്കെ, would you please come here, would you please give me some money, then would you please go from here, would you please open the window, then would you please close the door. ഓക്കെ, ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം, മേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഹെഡിങ് ആയിട്ട് ഈ വുഡ് യു പ്ലീസ് എഴുതി വെക്കുക. എന്നിട്ട് ആ ഒരു ഫുൾ പേജ് നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വിടാം. കുറച്ച് എക്സാമ്പിൾസ് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ചെയ്താൽ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരുപാട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് പേജ് ഫുള്ള് എക്സാമ്പിൾസ് മാത്രം എഴുതി വെക്കാം. ഓക്കെ, is it clear? കഴിഞ്ഞല്ലോ, ഇത് കഴിഞ്ഞല്ലോ. അടുത്ത എക്സ്പ്രഷൻ പറയട്ടെ. യെസ്, ഓക്കെ. നെക്സ്റ്റ് used to. used to, USED2 ആണോ? used to നമ്മൾ പറയുമ്പോ used to എന്നാ പറയാ, used to എന്നാണ്. used to അതാണ് എക്സ്പ്രഷൻ. പണ്ടുണ്ടായിരുന്ന ശീലങ്ങളെ കുറിച്ചിട്ടാണ് used to മെയിനായിട്ട് പറയാം. പണ്ടുണ്ടായിരുന്ന ശീലങ്ങൾ. ഓക്കെ, എഴുതി വെക്കുക, മലയാളം കൂടെ എഴുതി വെക്കുക കേട്ടോ. പണ്ട് ഉണ്ടായിരുന്ന ശീലങ്ങൾ, used to. ഇത് സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് used to plus V1. subject plus used to plus V1. ഓക്കെ, ഒരു എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റും നോക്കിയേ. സ്ട്രക്ചർ കിട്ടി, ഒരു എക്സാമ്പിൾസ് ഒന്ന് മേക്ക് ചെയ്യൂ. പണ്ടുണ്ടായിരുന്ന ശീലങ്ങളെ കുറിച്ചാണ് പറയാം. എനിക്ക് അങ്ങനെ ഒരു കാര്യം, എനിക്ക് അന്ന് അങ്ങനെ ഞാൻ ചെയ്യായിരുന്നു, ആ ടൈമിൽ ഇങ്ങനെ ശീലം ഉണ്ടായിരുന്നു, ആ ഒരു രീതിയിലാണ് പറയാം. അപ്പൊ ഐ യൂസ് ടു എന്താണ് നമുക്ക് പറയേണ്ടത്, അതവിടെ ആഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ യൂസ് ടു സ്മോക്ക്, സ്മോക്ക് ചെയ്തിരുന്നു, അതിന്റെ ഒരു ശീലമായിരുന്നു. ഐ യൂസ് ടു സ്മോക്ക്. ഓക്കെ, ഐ യൂസ് ടു സ്മോക്ക്. ദെൻ എന്താ നെക്സ്റ്റ് എന്താ, ദേ യൂസ് ടു കം ഹിയർ. അവര് എപ്പോഴും പണ്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദേ യൂസ് ടു കം ഹിയർ മീൻ ചെയ്യേണ്ടത് ഇത്രയാണ്, അവരെപ്പോഴും വരുമായിരുന്നു, പണ്ട് എപ്പോഴും വരുമായിരുന്നു, ഇപ്പോ ഇല്ല, പണ്ട് അവരെപ്പോഴും വരായിരുന്നു ഇവിടെ. ആ ഒരു മീനിങ്ങിലാ വരാ. ദേ യൂസ് ടു കം ഹിയർ, ദേ യൂസ് ടു കം ഹിയർ. നെക്സ്റ്റ്, ഷീ യൂസ് ടു കോൾ മീ എവറി ഡേ. അവൾ എപ്പോഴും എന്നെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. ഓക്കെ, ദേ യൂസ് ടു കോൾ മീ എവറി ഡേ. അപ്പൊ ഇത്രയും എക്സാമ്പിൾ ചെയ്ത കുറെ നിങ്ങൾ മേക്ക് ചെയ്യാം. വേറെ പറയുകയാണെങ്കിൽ എന്താ, കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കി. ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് എക്സ്പ്രഷൻ വെച്ചിട്ടും ഒന്ന് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. Would you please and used to. ടെക്സ്റ്റ് ചെയ്യില്ല അവര്. ട്രൈ ചെയ്ത് നോക്കൂ. പറയുന്നുണ്ടോ? Okay, I used to write a letter. I used to write a letter. Okay. I used to wake up early morning. I used to wake up every morning. Then she used to, then I used to dance. She used to drink coffee every morning. Okay, ഒരുപാട് examples make ചെയ്യാൻ നോക്കാം. The next expression is, would you mind if I? 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 Okay, would you
mind if I. ഇതാണ് ഒരു എക്സ്പ്രഷൻ. ഇത് മീനിങ് വരാം എന്തെങ്കിലും വിരോധമുണ്ടോ, ഞാൻ അത് ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ക്വസ്റ്റ്യൻ ആണ്. Would you mind if I open the window? ഞാൻ ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? Would you mind if you close the door? ഞാൻ ആ ഡോർ ക്ലോസ് ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? Okay. Would you mind if I turn on this light? ഞാൻ ലൈറ്റ് ഓൺ ചെയ്യുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? Would you mind if I take it? ഞാൻ ഇത് എടുക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? Okay. Would you mind if I take this phone? Like take your phone? ഞാൻ നിന്റെ ഫോൺ എടുക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അപ്പൊ എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ would you mind if I യൂസ് ചെയ്യാം. Would you mind if I? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? പറയൂ. സ്ട്രക്ചർ എക്സ്പ്രഷൻ കിട്ടിയോ? Would you mind if I? ഈ would you mind if യുടെ മീനിങ് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കാര്യം നമ്മൾ ചോദിച്ചിട്ടില്ല. ഇതിന്റെ മീനിങ് വരാം എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചോദിക്കേണ്ടത്, അല്ലെ? അപ്പോ would you mind if I ഫസ്റ്റ് ചോദിക്കാം, ഫസ്റ്റ് അത് ആഡ് ചെയ്യാം. would you mind if I, then നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്ന കാര്യം അത് ഈ would you mind if ന് ശേഷം മെൻഷൻ ചെയ്യാം. ഞാൻ അവിടെ പോകുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് പറഞ്ഞേ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? പറയൂ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോ നോക്കി. would you mind if ഇവിടെ ചേഞ്ച് ഒന്നും വരില്ല, സെയിം ആണ്. would you mind if അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെന്താണ് നമുക്ക് വേണ്ടത്? would you mind if എന്ന് പറയുന്നത് ഫുൾ ഉണ്ട്, അതിൽ സബ്ജക്ട് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. would you mind if എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എന്തെങ്കിലും ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? ആ ചെയ്യുന്ന കാര്യമാണ് would you mind if ന് ശേഷം വരാം. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നതിൽ നിനക്ക് വിരോധമുണ്ട്. അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, അല്ലെ? Yeah, would you mind if I go to my friend's house? Would you mind if I go to my friend's house? ഫ്രണ്ടിന്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഹൗസ് ആണ്, അപ്പോസ്ട്രോഫി എസ്. ഓക്കെ, ഫ്രണ്ട്സ് ഹൗസ്. Yeah. പിന്നെ ഷാ ക്ലിയർ ആയോ അത്? Would you mind if I go to my friend's house? Yeah. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം, ആ കാര്യമായിരിക്കണം would you mind if ന് ശേഷം നിങ്ങൾ പറയേണ്ടത്. ഇനി നിന്റെ കമ്പ്യൂട്ടർ ഞാൻ യൂസ് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? അതെങ്ങനെ ചോദിക്കാം? നിന്റെ കമ്പ്യൂട്ടർ നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? എങ്ങനെയാ പറയാം? പറഞ്ഞു നോക്കി. നിന്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? Would you mind if I use your computer? Yes. കണ്ടോ, അവിടെ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമല്ല, would you mind if I സെയിം ആണ്. പിന്നെ അവിടെ വേണ്ടത് കറക്റ്റ് ആണ് നിഷ, യൂസ് യുവർ കമ്പ്യൂട്ടർ. അത് മാത്രം മതി നമുക്ക്, ബാക്കി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ഈ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണോ നമുക്ക് ആവശ്യം, എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ഈ would you mind if ന് ശേഷം മെൻഷൻ ചെയ്ത സെന്റൻസ് ആയി. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഈ would you mind if വെച്ചിട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. മാക്സിമം ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ നമുക്കത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യണ്ടേ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? നീഡ് ഇൻറ്റ്.
നീഡ് എന്ന് പറയുമ്പോൾ ആവശ്യം. അതിന് നെഗറ്റീവ് നീഡിന്റെ. നീഡ് നോട്ട് ആണ്. അപ്പൊ നീഡിൽ നിന്ന് ഷോർട്ട് ആക്കി എഴുതാം. നീഡിന്റ്. ആവശ്യം നീഡ്, അതിന്റെ നെഗറ്റീവ് നീഡിന്റ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സെന്റൻസിന് മീനിങ് വരാം, ഈ എക്സ്പ്രഷന്റെ മീനിങ് വരാം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് നീഡ് ഇൻറ്റു പ്ലസ് V1 ആണ്. സബ്ജക്ട് പ്ലസ് നീഡ് ഇൻറ്റു പ്ലസ് V1. സബ്ജക്ട് പ്ലസ് നീഡ് ഇൻറ്റു പ്ലസ് V1. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് പറയേണ്ടത്. ഫസ്റ്റ് സബ്ജക്ട് ഏതാണെന്ന് യൂസ് ചെയ്യാൻ അറിയാം. അതിനുശേഷം വരുന്നത് നീഡിന്റെ ആണ്. ദെൻ വരേണ്ടത് V1 ആണ്. ഓക്കെ, ഒരിക്കലും വേറെ ഫോം ഒന്നും വരരുത്. ഫോമിന്റെ V1 ഫോം തന്നെ വരണം. അപ്പോ അങ്ങോട്ട് പോവേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ പോവേണ്ട ആവശ്യമില്ല എന്നെങ്ങനെയാ പറയാ? ഞങ്ങൾക്ക് അവിടെ പോവേണ്ട ആവശ്യമില്ല. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കി. ഞങ്ങൾക്ക് അവിടെ പോവേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വേണ്ടത് സബ്ജക്റ്റ് ആണ്. ദെൻ ആവശ്യമില്ല എന്നൊരു വേർഡാണ്. അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്ട്രക്ചറിലുണ്ട്. നീഡിന്റെ ആണ്. ഇനി എന്താണ്? അവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെയും പോകുക എന്ന് പറയുന്ന വേർബുമാണ് അവിടെ ആവശ്യം. അപ്പൊ സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്തൊക്കെ. ഞങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. നോക്കൂ, we didn't go there. ഞങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. We didn't go there. We didn't go there. അതുപോലെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ടാക്കാം. ഇപ്പോ എന്താണ്, നിങ്ങൾ എന്നെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. You needn't worry about me. You needn't worry about me. നീ എന്നെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. You needn't worry about me. ഓക്കെ, എന്താ അവൾക്ക് എന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. She needn't wait for me. എന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. She needn't wait for me. ഓക്കെ, ഇനിയിപ്പോ വേറൊരു കാര്യം. നീ സ്കൂൾ ബസ്സിൽ പോവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ സ്കൂളിലേക്ക് ബസ്സിൽ പോവേണ്ട ആവശ്യമില്ല എന്നാണ്. ഈ സ്കൂളിലേക്ക് ബസ്സിൽ പോവേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്നെങ്ങനെയാ പറയാ? നിനക്ക് സ്കൂളിലേക്ക് ബസ്സിൽ പോവേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഒരു ലിഫ്റ്റ് തരാം എന്നാണെങ്കിലോ? ഒന്ന് പറഞ്ഞു നോക്കി. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങളത് മേക്ക് ചെയ്യാൻ പറ്റും. നീ സ്കൂളിലേക്ക് ബസ്സിൽ പോവേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. പറയൂ. സബീന പറഞ്ഞു. എല്ലാവരും നിഷ, ഷമീന ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കിയേ. തെറ്റിയാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ട്രൈ ചെയ്യൂ. നീ സ്കൂളിലേക്ക് ബസ്സിൽ പോവേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. So simple അല്ലേ? You needn't go to school by bus. ഈ ബസ്സില് സ്കൂളിൽ പോവേണ്ട ആവശ്യമില്ല. You needn't go to school by bus. I will drop you. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലിഫ്റ്റ് തരാം. I can give you a lift എന്നും പറയും. I can give you a lift. You needn't go to school by bus. I will drop you or I can give you a lift എന്നും പറയും. അപ്പൊ ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാൻ സിമ്പിൾ അല്ലേ? അല്ലെ? ഇനി ഒരു കാര്യം, നീ നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നീ നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. ഇന്ന് സൺഡേ ആണ്. നീ നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞേ. ഇന്ന് സൺഡേ ആണെന്നോ അല്ലെങ്കിൽ ഇത് സൺഡേ ആണെന്നോ എന്ന് വേണമെങ്കിലും പറയാം.
നീ നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല, സൺഡേ ആണ് എന്ന് പറഞ്ഞേ. സ്ട്രക്ചർ നോക്കിയിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാം. നീ നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. നേരത്തെ എണീക്കുക എന്നൊരു വേർഡ് മാത്രമേ ഉള്ളൂ നമുക്ക് എടുക്കേണ്ടത്. ബാക്കി അറിയില്ല, നമ്മുടെ കയ്യിൽ സ്ട്രക്ചറുണ്ട്. ഓക്കെ, നിഷ കിട്ടുന്നുണ്ടോ? യെസ്, എന്താണ്? Correct. Yes, correct. You needn't get up early. Today's Sunday. It's Sunday എന്ന് പറയാം. ഷംസീന correct ആണ്. You needn't get up early. Today's Sunday. കണ്ടോ, നിങ്ങൾ എത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് സെന്റൻസ് മേക്ക് ചെയ്തേ അല്ലെ? ഇതാണ് എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യാൻ സിമ്പിൾ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കിട്ടിയാലോ? ഇനി നെക്സ്റ്റ് അടുത്ത എക്സ്പ്രഷനിലേക്ക് പോവാം. What would you like to? 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 എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ്. What would you like to? എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഓക്കെ, നിനക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്? ആ ഒരു മീനിങ് ആണ് what would you like to എന്ന. നിനക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഓക്കെ, what would you like to? പറ, നീ എന്താണ്, നിനക്ക് എന്താണ്, നീ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? യെസ്, ഈറ്റ്. നിനക്ക് എന്താണ്, നീ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? നീ എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? നീ എന്താണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്? മനസ്സിലായോ? എന്താണ് കുടിക്കാൻ നീ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഇതെല്ലാം നിനക്ക് ചോദിക്കാം. ഒന്ന് സെലക്ട് ഒന്ന് മേക്ക് ചെയ്ത് നോക്കി. What would you like to eat? അല്ലെങ്കിൽ what would you like to have എന്ന് ചോദിക്കാം. What would you like to read? What would you like to study? What would you like to read? What would you like to play? നിനക്ക് എന്താണ് കളിക്കാൻ ഇഷ്ടമുള്ളത്? നീ എന്താണ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഓക്കെ, what would you like to കഴിഞ്ഞിട്ട് നീ എന്താണ് ചോദിക്കുന്നത്, ഏത് എന്തിനെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്, ആ കാര്യം അവിടെ to കഴിഞ്ഞിട്ട് മെൻഷൻ ചെയ്യാം. അത്രയേ ഉള്ളൂ. What would you like to drink, read, study, play, eat, anything? ഓക്കെ, അപ്പൊ ഇത് എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ്. എന്ത് വാട്ട് വന്നപ്പോ എന്തെന്നാണ്. നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ വേർഡ് വേണ്ടി മാറ്റാം. നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? അതെങ്ങനെ ചോദിക്കും? നീ എവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നത്? അവിടെ ക്വസ്റ്റ്യൻ വേർഡ് മാറി അല്ലെ? എന്താണെന്നല്ല ഞാൻ ചോദിച്ചത്, എവിടെയെന്നാണ്. എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? അപ്പൊ എങ്ങനെയാ ചോദിക്കാം? Where would you like to go? Where would you like to go? നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? Where would you like to go? Okay? ഇനിയിപ്പോ എന്താണ്? ഓക്കെ, അത് ചോദിക്കാം. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് മാറ്റി ചോദിക്കാം. മീനിങ് സെയിം ആണ്. ക്വസ്റ്റ്യൻ വേർഡ് മാറുന്നതനുസരിച്ചിട്ട് മീനിങ് മാറുന്നേ ഉള്ളൂ. വാട്ട് വരുമ്പോ എന്താണ് ഇഷ്ടപ്പെടുന്നതാകും. വേറെ ആണെങ്കിൽ എവിടെ പോകാനാണ്. അപ്പൊ പോകുക എന്നൊരു ഓപ്ഷൻ വേണ്ടി വരും എവിടെയെന്ന് ചോദിക്കും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ what would you like to means എന്താണ്, എന്താണ് ഇഷ്ടപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇതുവരെ എടുത്ത എക്സ്പ്രഷൻസ് എല്ലാം ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് had better. Had better. Had better. Had better. Had betterല് മീനിങ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? നീ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ആണ് പറയാറ്. നീ അവിടെ പോകുന്നതിനും നല്ലത് ഇവിടെ പോകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു മീനിങ് ആണ് ഹാഡ് ബെറ്റർ എന്ന് പറയാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
അപ്പൊ അങ്ങനെയുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ മീനിങ് ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് had better പ്ലസ് V1. സബ്ജക്ട് പ്ലസ് had better പ്ലസ് V1. ഓക്കെ, നീ റിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ റിസൈൻ, അല്ലെങ്കിൽ ഈ ജോലി നീ റിസൈൻ ചെയ്യുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ റിസൈൻ ദിസ് ജോബ്. യു ഹാഡ് ബെറ്റർ റിസൈൻ ദിസ് ജോബ്. നീ ഈ ജോലി റിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹാഡ് ബെറ്റർ റിസൈൻ ദിസ് ജോബ്. ഓക്കെ, യു ഹാഡ് ബെറ്റർ റിസൈൻ ദിസ് ജോബ്. നീ ഈ ജോലി റിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെന്താ, നീ നിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നെങ്ങനെയാ പറയാം? നീ നിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. നീ നിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ. നീ നിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എങ്ങനെയാ പറയാ? ഓക്കെ, എല്ലാവരും ആൻസർ പറയൂ. You had better continue your studies. You had better continue your studies. Okay, you had better continue your studies. അവിടെ to ന്റെ ആവശ്യമില്ല സബീന. Okay, you had better continue your studies എന്ന് പറഞ്ഞാൽ മതി. Okay, you had better continue your studies. Okay, പിന്നെന്താണ് നെക്സ്റ്റ്? നീ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. നീ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും ബെറ്റർ. We had better to subject plus had better plus 2. Sorry, V1. Subject plus had better plus V1. Subject plus had better plus V1. നീ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. Yeah, we had better to go from here. Okay, correct ആണ്. Next, അടുത്തൊരു expression. Yeah, leave from here പറയാം, go from here പറയാം. Okay, correct ആണ്. ഇനി അടുത്തൊരു expression ഏതാ? What if? What if? What if? What if? Just what if month. Okay, what if? അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? അതാണ് മീനിങ്. വാട്ട് ഇഫ്? അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഓക്കെ, വാട്ട് ഇഫ് ഐ റിസൈൻ ദിസ് ജോബ്? ഞാൻ ഈ ജോലി റിസൈൻ ചെയ്താൽ എന്താ സംഭവിക്കുക? വാട്ട് ഇഫ് ഐ റിസൈൻ ദിസ് ജോബ്? ഞാൻ ഈ ജോലി റിസൈൻ ചെയ്താൽ എന്താ സംഭവിക്കുക? വാട്ട് ഇഫ് ഐ സ്പീക്ക് ദി ട്രൂത്ത്? ഞാൻ സത്യം പറഞ്ഞാൽ എന്താ സംഭവിക്കുക? വാട്ട് ഇഫ് ഐ സ്പീക്ക് ദി ട്രൂത്ത്? But she comes here tomorrow. അവൾ ഇവിടെ വന്നാൽ എന്താ സംഭവിക്കുക? നാളെ അവൾ ഇവിടെ വന്നാൽ എന്താ സംഭവിക്കുക? But she comes here tomorrow. But if she comes here tomorrow, but if I speak truth, but if I resign this job,
What if he do that? അങ്ങനത്തെ ചെയ്തതിന് എന്താ സംഭവിക്കുക? What if he do that? Okay. What if I go there? ഞാൻ അവിടെ പോയാൽ എന്താ സംഭവിക്കുക? What if I go there? What if I go there? What if he do that? What if she comes here tomorrow? What if I speak the truth? What if I resign this job? Okay. ഞാൻ അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? അത് ആരും ആയിക്കട്ടെ, സബ്ജക്റ്റ് ആരും ആയിക്കട്ടെ. വാട്ട് ഇഫ് ഐക്ക് ശേഷം ആയിരിക്കണം സബ്ജക്റ്റും പറയുന്ന വേർബ് എല്ലാം അറിയേണ്ടത്. ഓക്കെ. എക്സാമ്പിൾ എന്ന് പറഞ്ഞ നിങ്ങൾ ഹാപ്പൻഡില്ല. ഓക്കെ. സംഭവിക്കുക എന്നുള്ള ഇതിലില്ല. എക്സ്പ്രഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ. എന്നാ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ ഞാൻ പറയാം. ഞാനിപ്പോ ഒരുപാട് ഫുഡ് കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഞാനിപ്പോ ഒരുപാട് ഫുഡ് കഴിച്ചാൽ എന്താ സംഭവിക്കുക? What if she go abroad? Okay. Yeah, what if I eat more? ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അവിടെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഹാപ്പൻ ഇല്ല. ഓക്കെ. ഇങ്ങനെ ഈ എക്സ്പ്രഷൻ വെച്ച് പറയുമ്പോൾ അങ്ങനെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ. ഞാൻ അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? What if I do that? What if I do it? What if I speak with him? ഞാൻ സംസാരിച്ചപ്പോൾ എന്താ സംഭവിക്കുക? If I speak with him. ഓക്കെ. അപ്പൊ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പറയാനാണ്. അടുത്തൊരു എക്സ്പ്രഷൻ ഇല്ല. Going to mean അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ഞാനല്ല, anyone. സബ്ജക്ട് ചെയ്തു ആയിക്കോട്ടെ കേട്ടോ. അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. Going to. ഇത് സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് going to പ്ലസ് V1. ഇവിടെ ഓക്സിലറി വരേണ്ടത് ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. സോ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഇവിടെ വരേണ്ടത്. അതായത് ഈസ്, ആം, ആർ. ഓക്കെ. അപ്പോ സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് going to പ്ലസ് V1. നിങ്ങൾക്ക് ഈസ്, ആം, ആർ എഴുതാം, അല്ലെങ്കിൽ ഓക്സിലറി എഴുതാം. ഓക്കെ. സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് going to പ്ലസ് V1. ഓക്കെ. ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. I'm going to start a business. ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. I'm going to start a business. ഞങ്ങൾ ചെയർമാൻ ഇൻഫോം ചെയ്യാൻ പോവുകയാണ്. We are going to inform the chairman. We are going to inform the chairman. ഞാൻ ചെയർമാൻ ഇൻഫോം ചെയ്യാൻ പോവുകയാണ്. We are going to inform the chairman. അപ്പൊ we are going to കഴിഞ്ഞിട്ട് പറയുന്ന verb എന്താണ്? V1 ആയിട്ട്. ഓക്കെ. We are going to inform. Inform എന്ന് പറയുന്നത് V1 ഫോം ആണ്. അതുപോലെ I am going to start. അത് സ്റ്റാർട്ട് എന്ന് പറയുന്നത് V1 ഫോം ആണ്. I am going to start a business. I am going to inform the chairman. We are going to inform the chairman. Next, we are going to watch a movie. We are going to watch a movie. നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്. My father is going to buy a new car. My father is going to buy a new car. എന്റെ അച്ഛൻ ഒരു പുതിയ കാർ വാങ്ങാൻ പോവുകയാണ്. My father is going to buy a new car. Okay. For example, അവര് സൂയിലേക്ക് പോവാണ് അനിമൽസിലെ കാണാൻ എന്ന് പറഞ്ഞേ. അവര് സൂയിലേക്ക് പോവാണ് അനിമൽസിലെ കാണാൻ. അവര് സൂയിലേക്ക് പോവാണ് അനിമൽസിനെ കാണാൻ എന്ന് പറഞ്ഞേ.
അവർ സൂവിലേക്ക് പോവാണ് അനിമൽസിനെ കാണാം, അല്ലെങ്കിൽ അനിമൽസിനെ കാണാൻ വേണ്ടി ഒരു സൂവിലേക്ക് പോവാണ് എന്നും പറയാം. ഓക്കെ, മലയാളം നമുക്ക് തിരിച്ചും കുറച്ചൊക്കെ പറയാലോ. പക്ഷെ ഇംഗ്ലീഷ് എങ്ങനെയാ പറയാ? ഇംഗ്ലീഷ് വരുന്നത് എങ്ങനെയാണ്? അവര് സൂവിലേക്ക് പോവാണ് അനിമൽസിനെ കാണാൻ എന്നായിരിക്കും ഇംഗ്ലീഷ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരേണ്ട ഫോം അല്ലെ. അപ്പൊ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. അവര് സൂവിലേക്ക് പോവാണ് അനിമൽസിനെ കാണാൻ എന്ന് പറഞ്ഞാൽ അവരും ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. They are going to എന്താണ് സബീന രണ്ട് ബൂറ്റുകളുണ്ടോ? എന്താ പറയാ? They are going to എങ്ങോട്ട്? സൂവിലേക്ക്. അപ്പോ എന്താ വരാ? ഗോ ടു സൂ ആണോ? എന്താ വരാ അവിടെ? They are going to the zoo. അങ്ങനെയാ വരാ കേട്ടോ. They are going to the zoo to see animals. They are going to the zoo to see animals. എന്നാ പറയാ? They are അത് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ അത് വേണം. They are going to the zoo to see the animals. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഞാൻ അവിടെ പോവാണ്. ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോവാണ്. അവള് അവളുടെ ഫാമിലിയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോവുകയാണ് എന്നെങ്ങനെയാ പറയാം? അവള് ഡിന്നർ കഴിക്കാൻ പോവുകയാണ് ഫാമിലിയുടെ കൂടെ എന്നാണ് ഇംഗ്ലീഷില്. അതായത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാ പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയും ഫാമിലിയുടെ കൂടെ അവൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. പക്ഷെ ഇംഗ്ലീഷില് അങ്ങനെ തന്നെ നമ്മുടെ മലയാളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. മലയാളത്തിൽ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എഴുതാൻ പറ്റും. എന്താ? അവള് ഡിന്നർ കഴിക്കാൻ പോവുകയാണ് ഫാമിലിയുടെ കൂടെ. എന്നെങ്ങനെയൊന്ന് പറഞ്ഞേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ ഡിന്നർ ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ഇത് കഴിക്കുന്നതാണല്ലോ. അപ്പൊ അവിടെ കഴിക്കുക എന്നൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈറ്റിന്റെ ആവശ്യമില്ല അവിടെ. എന്തായാലും ഓൾറെഡി നമ്മൾ കഴിക്കുന്നതാണ്. അപ്പൊ ഈറ്റും ഹാഡിന്റെ ആവശ്യമില്ല സബീന. അവിടെ ഡിന്നറിനും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് മതി. അവിടെ ഈറ്റും ഹാഡും നമുക്ക് വേണ്ട. കഴിക്കുന്നതാണല്ലോ എന്തായാലും അല്ലെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിക്കുകയാണ്, പക്ഷെ അവിടെ മെൻഷൻ ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഷീസ് ഗോയിങ് ടു ഡിന്നർ വിത്ത് ഫാമിലി. വിത്ത് ഫാമിലി, അവരുടെ ഫാമിലിയുടെ കൂടെ. വിത്ത് ഹർ ഫാമിലി എന്ന് പറയാമെങ്കിൽ വിത്ത് ഫാമിലി എന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. She's going to dinner with her family. She's going to dinner with her family. അപ്പോ ഇത്രയും എക്സ്പ്രഷൻസ് എങ്ങനെയാണ്? യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? യൂസ്ഫുൾ ആണോ? പറയൂ. നിങ്ങളത് യൂസ് ചെയ്യൂ. യൂസ് ചെയ്യുമല്ലോ അവര്. യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ. ഇപ്പൊ ഇത്രയും എക്സാമ്പിൾസ് എക്സ്പ്രഷൻസ് ഞാൻ പറഞ്ഞു. ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തത് എല്ലാവരും. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് വഴി തോന്നിയൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ചുമ്മാ ഓരോ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും കേട്ടോ. ടെക്സ്റ്റ് ചെയ്യും. അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് എല്ലാം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ അത് രജിസ്റ്റർ ആവുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഓക്കെ ബുക്കിൽ എഴുതി വെച്ചിരുന്നു എനിക്കത് അറിയാം എന്ന് പറഞ്ഞിട്ട് അറിയാം. ഓക്കെ, ശരിയാണ്. പക്ഷെ നമുക്ക് ആവശ്യ സമയത്ത് സാധനം വരണ്ടേ അല്ലെ? നമുക്ക് പറയാൻ കിട്ടണ്ടേ? ആ പറയാൻ കിട്ടണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റും. സോ നിങ്ങൾ ആരുടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പറയുമ്പോൾ ഇത് ഈ എക്സ്പ്രഷൻസ് വെച്ച് മാക്സിമം ഒന്ന് പറയാൻ ശ്രമിക്കുക.
ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങളുടെ മൗത്തിനെ ഒരു ഫ്ലെക്സിബിലിറ്റി വരെ വരണം ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യും, മസ്റ്റ് ആണ് അല്ലേ? യു ഷുഡ് ക്രിയേറ്റ് എക്സാമ്പിൾസ് with these expressions. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? Would you mind? Would you mind if I? Would you please? Used to? I had better? Would you like to? Need it? What if? Going to? ഇത്രയും എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. സോ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും എല്ലാവരും. എന്താണ് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ? എന്താണ് ചെയ്യാത്തെ? Would you please give me some money? Give some money. ആർക്കാണ്? എനിക്കാണോ വേണ്ടത്? I used to write. Would you mind if I touch you? Yeah, I touch you ഇരുന്നുണ്ടോ? Okay. Would you please send your photo? Yes. She used to call me every day. Okay, ഇത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണല്ലോ സബീർ. Yeah. Next. Nisha, examples made you Nisha. Nisha, Raghunath, Shamsina, Srikudi. She used to call me every day. Would you not think I miss her? Yeah. Okay, would you mind if I meet her? നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾ ടെൻസിനെ ബേസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും പറ്റും. ഓക്കെ, നിങ്ങൾ അല്ലാതെ സംസാരിക്കുമ്പോഴാണ് അയ്യോ ടെൻസ് ഈ ഗ്രാമറിസ്റ്റിക് മിക്കതും. എക്സ്പ്രഷൻസ് പഠിക്കുകയാണെങ്കിൽ കുറച്ചൊരു സിമ്പിൾ ആണ്. Yeah, she used to talk, used to walk. What would you like to become in future? Yeah. What would you like to become in future? Okay. You need to come back. Maybe it's very mentioned that. You need to come back. Okay. നിങ്ങൾ എക്സാമ്പിൾ മേക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് സിമ്പിൾ ആണ്, കാരണം അവർക്ക് കുറച്ച് എക്സാമ്പിൾസ് കിട്ടും. നോട്ട്ബുക്ക് എഴുതാം. ഓക്കെ, മാക്സിമം ക്രിയേറ്റ് ചെയ്യാം. You need to come back. What would you like to become in future? നിങ്ങൾ പറയോ ഇതൊന്ന്? ഇപ്പൊ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് എന്തെല്ലാം നിങ്ങൾക്കൊന്ന് പറയോ? പറയുന്നത് കുറച്ച് നല്ലതാണ്, ഫ്ലെക്സിബിലിറ്റി വരാനും ഒരു കുറച്ചൊരു എന്താണ് നമുക്കത് പറയുമ്പോൾ എളുപ്പത്തിൽ പറയാൻ പറ്റും. നമ്മളെന്തും യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും അല്ലെ? എന്തൊരു കാര്യം ആയിക്കോട്ടെ, എന്തൊരു വസ്തു ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും അല്ലെ? സ്മൂത്ത് ആവണം. അത് സ്മൂത്ത് ആയി പോണെങ്കിൽ നമ്മളിപ്പോഴും ഡെയിലി യൂസ് ചെയ്യണം. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ വണ്ടിയാണെങ്കിൽ പോലും അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലേ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയാണെങ്കിൽ ആ കാര്യം നമ്മളെന്തും ഇപ്പൊ പറഞ്ഞ് ഇംഗ്ലീഷ് ആണെങ്കിൽ പറഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നത് പെട്ടെന്ന് പറയാനൊക്കെ സിമ്പിൾ ആയിട്ട് തോന്നും. ഇവരുടെ ബോധം അറിയാം. ഇവിടെ പെടാശയില്ല. ഹാൻഡ് ബെറ്റർ വെച്ചിട്ട് എക്സാമ്പിൾ പറയൂ. ഹാൻഡ് ബെറ്റർ
then going to would you mind if I would you mind if I on the habitual going to okay, you habits to convey your passion. Yeah, you habits to convey your passion. Two name കുഴപ്പമില്ല. You habit to convey your passion എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ? Convey your passion. Mistake ഒന്നുമില്ല. Okay. You habit study, you can pass the exam. Shamina, no Dishay, you had better study, you can pass the exam. Exam? No, you can pass the exam. Exam pass ആക്കാൻ പറ്റും. പഠിക്കുന്നതായിരിക്കും നല്ലത്. അത് സെന്റൻസ് കറക്റ്റ് ആണല്ലോ ഷമീന. You have better study well. നീ നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. If you can pass the exam. നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. You have better study well. അല്ലെങ്കിൽ പിന്നെ ചോദിക്കാം നിനക്ക് എക്സാം പാസ്സാകണമെങ്കിൽ നിനക്ക് എക്സാം പാസ്സാകണമെങ്കിൽ നീ നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും പറ്റും എന്ന് ചോദിക്കാം. മനസ്സിലായോ? We had better visit your family മനസ്സിലായി. Okay. തിരിച്ചു മറിച്ചൊക്കെ പറയാണ്ടോ? ആൽപ്പറ്റിൽ തന്നെ ഫസ്റ്റ് വരണമെന്നില്ല. തിരിച്ചു മറിച്ചൊക്കെ പറയും. ഇപ്പൊ ഷമീന പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ നിനക്ക് എക്സാമിൽ പാസ്സാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നതെങ്കിൽ മികച്ചതാണ്. If you want to study, if you want to pass the exam, you had better study well എന്ന് പറയാം. If you want to study the exam, if you want to pass the exam, you had better study well എന്ന് പറയും. ഈ എക്സാമിൽ പാസ്സാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് പറയാം. Okay. Yeah. So, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? പിന്നെ എന്താണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പറയൂ. ക്ലിയർ ആയിട്ട് എന്താണ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? പറയൂ. ഒന്ന് സംസാരിക്കൂ. സബീന. Yes, ma'am. എന്തൊക്കെയുണ്ടായിരുന്നു? ക്ലിയർ ഒക്കെ എങ്ങനെയായിരുന്നു? എന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും റെസ്ട്രിക്ഷൻ എടുത്തിട്ടുണ്ടോ? പൊതുവെ എല്ലാവരും എങ്ങനെയായിരുന്നു? എടുത്തു ആണോ? ഇല്ല. ഓക്കെ. ആരെങ്കിലും ഇല്ല? ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ അറിയൂ, ഇല്ലെങ്കിൽ എന്താ അറിയൂ? ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞാ ചെയ്യോ? റെസ്ട്രിക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ മോശം ജോലി വാങ്ങാം.
പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ദിവസവും ഒന്ന് വായിക്കാൻ ശ്രമിക്കോ ഇംഗ്ലീഷ് ബുക്ക്? ഓക്കെ, ആയില്ലേ? എന്തുവരെയും വായിച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ആക്കിയതൂടെ. എന്തൊരു ഹോബി നമുക്ക് എപ്പോഴും ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും എല്ലാവർക്കും ഉണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷനും ടെസ്റ്റ് ക്വാളിഫിക്കേഷനും ഒരുപാട് ആൾക്കാരുണ്ട്. അതിലും കുറച്ചുകൂടി നമുക്ക് ഡിഫറെന്റ് ആവണമെങ്കിൽ നമുക്ക് ഇതിൽ സ്കില്ല് വേണം. ശരിയല്ലേ? ഏത് ജോലിക്കാണെങ്കിലും ക്വാളിഫിക്കേഷൻ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോ നമ്മുടെ CV കൊടുത്താലും ക്വാളിഫിക്കേഷൻ ഒരുപാടുണ്ട്. അവർക്ക് വേണ്ട സ്കില്ലായിരിക്കും. അപ്പൊ ആ ഒരു സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി വരുന്ന കാലമാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കില്ലാണ്. ആ സ്കിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഞാൻ എന്റെ സബ്ജക്ട് വൈസ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ സബ്ജക്ട് വൈസ് എന്നല്ല, നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഹൈ സാലറിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അല്ലെ? ഓക്കെ, സോ മാക്സിമം ഒരു ഇംഗ്ലീഷ് ബുക്ക് ഒന്ന് റീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതൊരു റെസൊല്യൂഷൻ ആണ് എഴുതുക. ഇന്ന് മുതൽ ഞാനൊരു ഹാഫ് ആൻ അവർ 10 minutes to half an hour എപ്പോഴെങ്കിലും ഡെയിലി ഒരു ഇംഗ്ലീഷ് ബുക്ക് വായിക്കും എന്നൊന്ന് തീരുമാനമെടുക്കുക, ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, അത് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങളത് വായിക്കുക. ഏറ്റവും ബെറ്റർ ആണ് റീഡിംഗ് എന്നൊരു ഹാബിറ്റ് ആക്കി കൊണ്ടുപോകുക. ഹാബിറ്റ് ആക്കും, ലാസ്റ്റ് ഒരു ഹോബി ആയി മാറും. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്കൊരു ഒരു ലോസ് ആയിട്ട് തോന്നില്ല, നഷ്ടമായിട്ട് തോന്നില്ല. അതൊരിക്കലും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോ ആ ഒരു റെസൊല്യൂഷൻ ഞാൻ പറയാം. എന്നിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യും. എന്റെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് റീഡിങ് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്നല്ല, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഓക്കെ, എല്ലാവരും ചെയ്യോ? എന്നോട് വെറുതെ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യോ? പറ, ഓണസ്റ്റ് ആയിട്ട് പറയും. ഇല്ല, ആരൊന്നും പറയുന്നില്ല. ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ കോഴ്സ് കംപ്ലീറ്റ് ആകാൻ കുറച്ച് മാസങ്ങളില്ലല്ലോ, കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഓക്കെ, വീട്ടിൽ നമ്മള് കാണില്ല അല്ലെ? അപ്പൊ ഇത് എന്റെ റിക്വസ്റ്റ് ആയിട്ട് വിചാരിക്കുക. എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ബുക്ക് വായിക്കാം. ഓക്കെ ആണോ? സമീര എന്താന്ന് പറയട്ടെ, ചെയ്യോ? ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. ഓക്കെ, അത്രയൊക്കെയുള്ളൂ. എക്സ്പ്രഷൻസ് നന്നായിട്ട് പഠിക്കുക. ഞാൻ കൂടെ എല്ലാ ക്ലാസ്സിലും നമ്മൾ എക്സ്പ്രഷൻ ആയിരിക്കും പറയാം, ഡിസ്കസ് ചെയ്യാം. മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. മാക്സിമം എക്സാമ്പിൾസ് ഒക്കെ മേക്ക് ചെയ്യുക. ഓക്കെ, സോ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you, ma'am.